ഹലോ, ബ്ലൂബെറി ചീസ് കേക്ക്. പാല്, പഞ്ചസാര, മൈദ, മുട്ട ഒന്നുമില്ലാതെ ബേക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ന്യൂട്രിറ്റീവ് റിച്ച് ആയിട്ടുള്ള കേക്കാണ് ബ്ലൂബെറി ചീസ് കേക്ക്. നല്ല ടേസ്റ്റാണ്. ആദ്യമേ തന്നെ ഒരു 200 ഗ്രാം ബിസ്ക്കറ്റ്, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഷുഗർലെസ് ഒക്കെ എടുക്കാം. അത് പതുക്കെ ക്രഷ് ചെയ്ത് അതിനുശേഷം ഒരു ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുക്കുക. നല്ല പൊടിയെ പൊടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് പകർത്തുക. ഒരു 100 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ മെൽറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് ട്രേ, സൈഡ് മാറ്റാവുന്ന കേക്ക് ട്രേ ആണെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ അവിടെ ബട്ടർ പേപ്പർ വെച്ച് ബട്ടറെല്ലാം തൂത്ത് കേക്ക് ട്രേ റെഡിയാക്കി വയ്ക്കുക. ബട്ടറും ബിസ്ക്കറ്റ് പൊടിയും മിക്സ് ചെയ്ത് യൂണിഫോം ആയതിനു ശേഷം ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് യൂണിഫോം ആക്കുക. ഇപ്പോൾ കേക്ക് ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബിസ്ക്കറ്റ് മിക്സ് പകർത്തി നന്നായി യൂണിഫോമായി സ്പ്രെഡ് ചെയ്യുക. ഗ്യാപ്പില്ലാതെ നന്നായി ചേർത്ത് ഒതുക്കി അരികെല്ലാം യോജിപ്പിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ബേസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയായാലും നല്ല തിക്കായിട്ടും ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ എയർ ബബിളില്ലാതെ നന്നായിട്ട് പരത്തി യൂണിഫോം ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്ത്, വിപ്പിംഗ് ക്രീം അല്ല ഫ്രഷ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യുക. സ്പൂൺ കൊണ്ടോ ബ്ലെൻഡർ കൊണ്ടോ ബീറ്റ് ചെയ്യാവുന്നതാണ്. നന്നായി ഇളക്കി ബീറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. 50 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. ഇപ്പോൾ 50 ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് ക്രീം ചീസ്, ഇതിൻ്റെ ഹൈലൈറ്റ് ക്രീം ചീസാണ്. അപ്പോൾ ക്രീം ചീസ് എടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറുള്ള ക്രീം ചീസ് എടുത്ത് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് ഏതെങ്കിലും സ്പാറ്റില കൊണ്ട് കുറച്ച് നേരം മിക്സ് ചെയ്താൽ അത് കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. അതിനുശേഷം ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം നേരത്തെ തിക്ക് ക്രീം മിക്സിലോട്ട് പകർത്തി എല്ലാം കൂടി ഒരിക്കൽ കൂടി ബ്ലെൻഡ് ചെയ്യുക. ഇതിനിടയിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് തണുത്ത വെള്ളത്തിൽ കുതിർത്തി അത് തിളപ്പിച്ച് സോളുബിളാക്കി വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ പകുതിയിൽ കൂടുതൽ, ഏകദേശം 6 ഗ്രാം ഈ കൂട്ടിലേക്ക് ചേർക്കണം. ബാക്കിയുള്ള 4 ഗ്രാം ബ്ലൂബെറിയുടെ മിക്സിലോട്ട് ചേർക്കാം. ടോട്ടൽ 10 ഗ്രാമാണ് വേണ്ടത്. പകുതിയിലും കൂടുതൽ ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ക്രീം ചീസ് ചേർത്തു. ഇനി ലയിപ്പിച്ച ചൈന ഗ്രാസിൻ്റെ പകുതിയിൽ കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ച് യൂണിഫോമാക്കി എടുക്കുക. ചൈന ഗ്രാസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും. നല്ല ഒരു കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും.
ഇപ്പോൾ ഏകദേശം യൂണിഫോം ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് നമ്മൾ റെഫ്രിജറേറ്റർ ചെയ്ത ബിസ്ക്കറ്റ് മിക്സിൻ്റെ മുകളിലോട്ട് പകർത്തി നേരത്തെ പോലെ തന്നെ യൂണിഫോമായി പരത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എയർ ബബിൾസ് ഒന്നും കയറാതെ യൂണിഫോമായി പരത്തിയതിന് ശേഷം കുറച്ച് നേരം കേക്കിന് ടാപ്പ് ചെയ്യുന്നോണം അടിച്ചാൽ എയർ ബബിളെല്ലാം മാറിക്കിട്ടും. ഇപ്പോൾ ഏകദേശം യൂണിഫോം ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റെഫ്രിജറേറ്ററിൽ വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുമ്പോഴേക്കും സെറ്റായി കിട്ടുന്നതാണ്. ഇനി മൂന്നാമത്തെ സെറ്റ് ബ്ലൂബെറി നമുക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആമസോണിലും കിട്ടും. 100 ഗ്രാം വാങ്ങി കുതിർത്തിയെടുത്തതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. കൂടെ തന്നെ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരത്തെ 4 ഗ്രാം ചൈന ഗ്രാസ് മിക്സും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിക്കുക. ഏകദേശം കുറുകി നല്ലൊരു ജെൽ പാകമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് ബ്ലൂബെറി വേണമെങ്കിൽ നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു കളറും ഫ്ലേവറും കിട്ടും. ഇപ്പോൾ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഓരോന്നും ഞെക്കി നമുക്കത് മാഷ് ചെയ്തിടാവുന്നതാണ്. ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ തിക്കായിട്ട് കിട്ടും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് ചൂടാറുന്ന വരെ കാത്തിരിക്കുക. ചൂടാറിയതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത അതിൻ്റെ മേലേക്ക് പതുക്കെ ഒഴിച്ച് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. സെറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബദാം ഫ്ലേക്സും ചെറിയും 2-3 ബിസ്ക്കറ്റിൻ്റെ റോൾസ് കൂടി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തത്. അത് നമ്മുടെ ഇഷ്ടം പോലെ പലതരത്തിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ബേക്ക് ചെയ്യാതെ മൈദയൊന്നും ഇല്ലാതെ നമുക്കൊരു ചീസ് കേക്ക് റെഡിയാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രത്യേകം ടേസ്റ്റും ഫ്ലേവറും ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.